വൈകുന്നേരം ചായക്ക് കടിയായിട്ട് സ്വീറ്റ് പൊറോട്ട വാങ്ങി. അങ്ങനെ ചായയും സ്വീറ്റ് പൊറോട്ടയും ഞാൻ കുടിച്ചു. വെയിലിൻ്റെ ക്ഷീണമൊക്കെ എന്താ പറയുക, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഇരുന്ന് വിശ്രമിച്ച് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു. പള്ളിയിൽ പോയി വന്നതിൻ്റെ ക്ഷീണം തീർത്തു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിമാരുടെ മക്കളൊക്കെ എല്ലാവരും തന്നെ എത്തി. അവരെന്തൊക്കെയോ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് മോളൊക്കെ ഇടയ്ക്ക് ഓടി വന്ന് ചായയൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ക്ഷീണം തീർന്നപ്പോൾ ഞാൻ എണീച്ച് ചോറിന് വെള്ളം വെച്ചു. അങ്ങനെ കുറച്ച് വിറകൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തീയൊക്കെ പിടിപ്പിച്ച് അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അലക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അമ്മ ഉള്ള തുണിയെല്ലാം അലക്കിയിട്ട് പിന്നെ ഞാൻ മിറ്റമൊക്കെ അടിച്ചു വാരി. ഇന്നലത്തെ മഴയിലും കാറ്റിലും ഒരുപാട് ചപ്പും അതും ഇതൊക്കെ ചാടിയതുകൊണ്ട് എല്ലാം അടിച്ചു വാരി മിറ്റമൊക്കെ ഭംഗിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. എത്രയും അടിച്ചാലും ഈ വിഷു കണിക്കൊന്നേൻ്റെ പൂക്കൾ എല്ലാം നിലത്ത് ചാടി കിടക്കുന്നതുകൊണ്ട് പിന്നെ കാണാനൊരു ഭംഗിയാട്ടോ. അതുകൊണ്ട് കുറേയൊക്കെ അടിച്ചു വാരി ഞാൻ കയറിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം മുല്ലപ്പൂ വിരിഞ്ഞത് കാണാൻ വേണ്ടി വന്നു. കുറച്ച് നേരം അവിടെ വന്നിങ്ങനെ നിന്നപ്പോൾ കുട്ടികളൊക്കെ ഓടി വന്നു കേട്ടോ. അവർക്ക് മുല്ലപ്പൂ പറിക്കണമെന്ന് പറഞ്ഞ് അത്രയും ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നത് പറിക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിത്തല്ലായി. എങ്കിലും കുഴപ്പമില്ല, എന്നാൽ പറിച്ചോ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവർ ഉള്ളതെല്ലാം പറിച്ചും എടുത്തു. അങ്ങനെ പിള്ളേർ മുല്ലപ്പൂ ഒക്കെ ചൂടാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയപ്പോൾ മുല്ലപ്പൂ ഒക്കെ പറിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ.